ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. ഇപ്പോൾ ഒരുപാട് നാളായി ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാരക്കയില്ലേ, നാടനായിട്ട് കിട്ടും നമ്മുടെ കാരക്ക ഉപ്പിലിട്ടും അച്ചാറിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനിയും കുറച്ച് കാരക്ക വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ച അടിപൊളി കാരക്കയാണ്. അപ്പോൾ ഒരുപാട് നാളായി വിചാരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ എടുത്തിടണമെന്നുള്ളത്. കാരണം എത്ര പേരാണ് ഈ കാരക്ക പ്രേമികളുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കൊരുപാട് ഇഷ്ടമായി കാരക്ക ഉപ്പിലിട്ടും അച്ചാറിട്ടും വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാരക്ക കിട്ടിയിട്ടുണ്ട്. ആ കാരക്ക നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഈ ഉപ്പിലിടാനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ നെല്ലിക്ക ജാമ്പയ്ക്കൊക്കെ നമ്മൾ കീറിയിടത്തില്ലേ, 2 പാർട്ടായിട്ട് കീറിയിടാം. ഇല്ലെങ്കിൽ ചിലവർ 3-4 പ്രാവശ്യം ഇങ്ങനെ കീറിയിടുന്നവരുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനും നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഈ കാരക്കയൊന്ന് രണ്ടായിട്ട് കീറി കൊടുക്കുന്നതിൻ്റെ ചിലവ് വലിയ വലിയ കാരക്ക കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ 3ആയിട്ടൊക്കെ ഇങ്ങനെ കീറിയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ മേലിലുള്ള ആ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് 2ആയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിടും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ കീറിയതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിക്ക്. ഇതേപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കിതിനൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്, എന്ത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ടുള്ള കൊതിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനൊന്ന് അടച്ചു വയ്ക്കാം. ഞാൻ കുറച്ച് മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് സ്പൂണിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിനൊന്ന് നല്ല പാകത്തിൽ വെന്ത് കിട്ടാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇത് വെന്ത് ഏത് പരുവായെന്നൊക്കെ നമ്മൾ നോക്കത്തില്ല, അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് നല്ല തോതിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ തുറന്ന് നോക്കി ഒരു 10-15 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കൊതിയേറിയ വെന്തപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് അകത്താക്കിയായിരുന്നു. നമ്മുടെ വെന്ത കാരക്ക നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അച്ചാറിടാനായിട്ട് ഒരു നല്ലൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് പൊടിച്ചതിരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. അത് ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ ചെറിയൊരു ട്രിക്ക് പരിപാടിയുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാരക്കയിൽ കുറച്ച് കാരക്ക എടുത്ത് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കണേ. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അതിലാണ് ടേസ്റ്റ് കിട്ടുന്നത്. ആദ്യം കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാരക്ക ബാക്കിയുള്ളതുകൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള, അപ്പം ഞാൻ ഇവിടെ 2 സ്പൂണ് മുളക് പൊടിയിൽ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം മുളക് പൊടി, അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉലുവപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട്. ഇപ്പോൾ കായപ്പൊടി ഞാനിപ്പോൾ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കായത്തിൻ്റെ കട്ട ഇടുന്നവരുണ്ട്, അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഒന്ന് പിരിക്കാനായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുളക് പൊടി കുറച്ച് പോരെന്നൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. എനിക്ക് നല്ല സ്പൈസി ആയിരിക്കണം, നല്ല എരിവ് വേണം. ബാക്കിയുള്ള കാരക്ക ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാരക്കയായിട്ട് നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ ബാക്കി വേവിച്ച കാരക്ക, ചിലർ വേവിക്കാതെ ഉപ്പിലിടുന്നവരുണ്ട്, വേവിച്ചിട്ട് വയ്ക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. വേവിച്ച കാരക്കയിൽ ആവശ്യത്തിനൊരു 2 സ്പൂണ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് സോൾട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഉപ്പിട്ട് നന്നായിട്ടൊന്നൊരു പ്ലാസ്റ്റിക് ബോട്ടിലിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാരക്ക ഉപ്പിലിട്ടതും റെഡിയാണ്, നമ്മുടെ കാരക്ക അച്ചാറിട്ടതും റെഡിയാണ്. അപ്പോൾ ഞാനത് നാളത്തേക്ക് പിറ്റേന്നത്തേക്ക് വേണ്ടി അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കും. ഇപ്പോൾ 2-3 ദിവസം എടുക്കണം നന്നായിട്ട് പിടിക്കണമെങ്കിൽ. അപ്പോൾ നല്ല കൊതിയുണ്ട് കേട്ടോ കാരക്ക കഴിക്കാനായിട്ട്, ഒരുപാട് ഇഷ്ടമാണ് കാരക്ക. അപ്പോൾ ഇതേപോലെ ഉപ്പിലിട്ടതും നമ്മുടെ അച്ചാറിട്ടതും എടുത്ത് കഴിച്ചു നോക്കാൻ പോവുകയാണേ. അപ്പോൾ എന്നെപ്പോലെ കാരക്ക പ്രേമികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ ഇതുപോലെയാണോ നിങ്ങൾ അച്ചാർ ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അച്ചാർ ഉപ്പിലിടുന്നതിൽ വേറെ എന്തെങ്കിലും ടെക്നിക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.